വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങളിപ്പോൾ റൈറ്റ് ട്രാക്കിലാണോ ഉള്ളത്, അതാണ് റീഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം, ഇനി ചെയ്യാൻ പോകുന്ന കാര്യം, ഇതൊക്കെ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ളതാണോ, അത് ശരിയായതാണോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. കാർഡ്സ് നോക്കാം. Two of Cups, Seven of Cups, Devil, Seven of Wands, Wheel of Fortune, King of Wands, Page of Cups, Four of Cups, King of Swords, Page of Pentacles, Seven of Pentacles, Death, Two of Wands, Nine of Swords, Three of Wands, Five of Pentacles, Four of Swords. ബോട്ടം ഓഫ് ദ ഡെക്ക് എംപ്രസ് ആണ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഇവിടെ വന്നിരിക്കുന്നത് മെയിനായിട്ട് വന്നിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് സഹകരിച്ചു പോകുക എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ എല്ലാ രീതിയിലും സഹകരിച്ചു പോകണം എന്നുള്ളതാണ്. മേ ബി ആ സഹകരണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്ത് കുറേ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. കാരണം ഈ സമയത്ത് നിങ്ങളുടെ ഫുൾ കൺട്രോൾ യൂണിവേഴ്സിൻ്റെ കയ്യിലാണ്. അതായത് നിങ്ങളുടെ കർമ്മപരമായിട്ടോ അതല്ലെങ്കിൽ യൂണിവേഴ്സ് വിചാരിക്കുന്ന ഒരു തലത്തിലോട്ടേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഫുൾ കൺട്രോൾ ഇപ്പം യൂണിവേഴ്സ് കൈകാര്യം ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങൾ ലൈഫിൽ പലതിനെയും നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് അത് അതുപോലെ വരാൻ വേണ്ടി അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരിക. അതായത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വരില്ല. ആ സമയത്ത് നിങ്ങൾ സഫർ ചെയ്യും. ഇവിടെ യൂണിവേഴ്സിൻ്റെ ഫ്ലോ അനുസരിച്ചിട്ട് പോകാനാണ് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ നൈൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. അതായത് ആ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഒഴുക്കിനെതിരെയാണ് നീന്താൻ ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒഴുക്കിനെതിരെ നീന്താൻ ശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ നീന്താൻ പറ്റില്ല, അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒഴുക്കിനൊത്ത് പോകുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ ഫ്ലോയിൽ ഈസി ആയിട്ട് പോകാൻ പറ്റും. അത് ഇവിടെ ഒഴുക്കിനൊത്ത് പോകാനാണ് നിങ്ങളോട് പറയുന്നത്. യൂണിവേഴ്സിന് നിങ്ങളുടെ മേലെ ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനമാണ് ഇവിടെ ത്രീ ഓഫ് വോൺസ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളെ പുതിയൊരു തലത്തിലോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി, നിങ്ങളുടെ നോഡിലേക്ക്, ഒരിക്കലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങളിലേക്ക്, നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിലേക്കാണ് നിങ്ങളെ യൂണിവേഴ്സ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ സമയത്ത് പലതും നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം, പലതും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. കാരണം ഇവിടെ ത്രീ ഓഫ് വോൺസിന് ശേഷം ഫൈവ് ഓഫ് പെൻറ്റക്കിളാണ്. അതൊരു ഉപേക്ഷയാണ് കാണിക്കുന്നത്. അതായത് പലരും നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ പലതിൽ നിന്നും നിങ്ങൾക്ക് വിട്ടു പോകേണ്ടി വന്നേക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ അതിൽ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അതൊക്കെ യൂണിവേഴ്സിന് നിങ്ങളുടെ ഹയർ ഗുഡിന് വേണ്ട കാര്യങ്ങൾ നടത്തിത്തരാൻ വേണ്ടി അത് ചെയ്യുന്നതാണെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം ഇവിടെ ഡെത്ത് വന്നിട്ടുണ്ട്. അതായത് പല കാര്യങ്ങളുടെയും എൻഡും പുതിയ കാര്യത്തിൻ്റെ ഒരു ന്യൂ ബിഗിനിങ്ങും. നിങ്ങൾക്ക് ഒരു റീബേർത്താണ് സംഭവിക്കുന്നത്. നിങ്ങളിവിടെ ടു ഓഫ് വോൺസിൻ്റെ എനർജിയിലാണുള്ളത്. അതായത് ഒരുപാട് ഓവർ തിങ്കിങ് സംഭവിക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ എന്നെ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ മാത്രം ഇങ്ങനെ പലതും നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എത്തിപ്പെട്ടത്, ഇതിൻ്റെ ഒരു അവസാനം എന്തായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള തോട്ട്സാണ് ഇവിടെ വരുന്നത്. ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഫോർ ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. ഇത് ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഒന്ന് താഴെ വെക്കാനാണ് പറയുന്നത്. എന്നിട്ട് പുതിയ ഒന്നിലോട്ടേക്ക് കടക്കാൻ വേണ്ടിയിട്ട്,
പുതിയൊരു സൈക്കിൾ ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ. അപ്പോൾ ആ പുതിയൊരു സൈക്കിളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഒരു വിശ്രമം ആവശ്യമാണ്. ഈ സമയം നിങ്ങൾ വിശ്രമിക്കേണ്ടതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല, അതിൽ കൂടുതൽ സഫർ ചെയ്യും. നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ നിങ്ങൾ ഡിലേ ആവുകയാണ് ചെയ്യുന്നത്. യൂണിവേഴ്സിൻ്റെ പ്ലാനിനെതിരെ നിങ്ങൾ നിൽക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ളൊരു നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു വേർഷനിലോട്ടേക്ക് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഡിലേ ആവുകയാണ് ചെയ്യുന്നത്. എത്രത്തോളം നിങ്ങൾ ഇതിനെ റിജക്റ്റ് ചെയ്യുന്നോ, എത്രത്തോളം നിങ്ങൾ പലതും നിങ്ങളിൽ നിലനിർത്താൻ ശ്രമിക്കുന്നോ, ഇവിടെ 7 of Wands അതാണ് കാണിക്കുന്നത്. അതായത് നിലനിർത്താൻ ശ്രമിക്കുന്നത്. എന്താണ് നിലനിർത്താൻ ശ്രമിക്കുന്നത്? ഡബിൾ എനർജിയാണ്. ഈ ഡബിൾ എനർജി നിങ്ങളുടെ കർമ്മ, നിങ്ങൾക്ക് വേണ്ടാത്ത, നിങ്ങളുടെ ഹയർ ഗുഡിന് വേണ്ടാത്ത കാര്യങ്ങളാണ് ഈ ഡബിൾ എനർജിയിൽ ഇവിടെ വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. 7 of Cups ആണ് കാണിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം നിങ്ങളുടെ ലൈഫിൽ, നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ. പക്ഷെ അത് നിലനിർത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. 7 of Wands അതാണ് കാണിക്കുന്നത്. അത് യൂണിവേഴ്സിൻ്റെ പ്ലാനിനെതിരാണ്. കാരണം അതിനുശേഷം വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ പ്ലാനിനെതിരായിട്ടാണ് നിങ്ങൾ ഈ നിലനിർത്താൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഡിലേ ആവുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ റൈറ്റ് വേർഷനിലോട്ടേക്ക് കണക്റ്റ് ആകാൻ വേണ്ടിയിട്ട് അത്രയും ഡിലേ നിങ്ങളായിട്ട് വരുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് ഹാർഡ് വർക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ സമയത്ത് ഹാർഡ് വർക്ക് ചെയ്യാം, പക്ഷെ അതിനൊത്ത റെസ്റ്റും കൂടി വേണം. ആ റെസ്റ്റ് ഇവിടെ കാണാൻ പറ്റുന്നില്ല. വർക്ക് മാത്രമേ ഇവിടെ ഉള്ളൂ. ഒരു തരത്തിലും നിങ്ങളുടെ ശരീരത്തിനോ മനസ്സിനോ ഒന്നും റെസ്റ്റ് കൊടുക്കാതെ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതിനൊത്ത റെസ്റ്റും വേണം. ഉറക്കം വളരെ കുറവായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഉറങ്ങണം. കാരണം ഉറങ്ങുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഡൗൺലോഡ്സ് ലഭിക്കുന്നത്. മീൻസ് നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ റെലം അല്ലെങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ശക്തിയുമായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ വരുന്നതും ആ ഡൗൺലോഡ്സ്, അവിടെ നിന്നുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ് ഉണ്ടാകും. ആ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഉറക്കത്തിലൂടെ മാത്രമേ സംഭവിക്കൂ. അപ്പോൾ ഇവിടെ ഉറക്കം വളരെ കുറവായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടേണ്ട ആ ഒരു ഗൈഡൻസ്, ആ ഗൈഡൻസ് കിട്ടാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾ ഈ പല കാര്യത്തെയും നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഡൗൺലോഡ്സ് ഇവിടെ കിട്ടുന്നില്ല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഹാർഡ് വർക്ക് എത്രത്തോളം ചെയ്യുന്നുണ്ടോ, കാരണം ഇപ്പോഴും ഭയങ്കര ടയേർഡായിട്ടാണ് പലരെയും കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഹാർഡ് വർക്ക് എത്ര ചെയ്യുന്നുണ്ടോ അതിനൊത്ത് നിങ്ങൾ റെസ്റ്റും വേണമെന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ റെസ്റ്റ് എന്ന് പറയുന്നത് ഉറക്കമാണ്. കാരണം ഉറക്കത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ആ കമ്മ്യൂണിക്കേഷൻ മനസ്സിലാക്കാൻ പറ്റൂ. നിങ്ങൾക്ക് എന്തെങ്കിലും യൂണിവേഴ്സിന് എന്തെങ്കിലും ഇൻഫോർമേഷൻ തരണം എന്നുണ്ടെങ്കിൽ ഉറക്കത്തിലൂടെ മാത്രമേ പറ്റൂ. അതുകൊണ്ട് ഉറക്കിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ 4 of Swords കാണിക്കുന്നത് ഒരു പാറ്റേൺ അവസാനിച്ച് പുതിയൊരു പാറ്റേണിലോട്ടേക്കുള്ള ഒരു എൻട്രിയാണ്. അപ്പോൾ ഈ എൻട്രീൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് വിശ്രമം ആവശ്യമാണ്. അത് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഹാർഡ് വർക്ക് എത്ര ചെയ്യുന്നുണ്ടോ, ഹാർഡ് വർക്ക് ചെയ്യേണ്ടെന്നൊന്നും പറയുന്നില്ല. ഹാർഡ് വർക്ക് എത്ര ചെയ്യുന്നുണ്ടോ അതിനൊത്ത് തന്നെ നിങ്ങൾക്ക് വിശ്രമവും ആവശ്യമാണ്. ആ റെസ്റ്റ് അവിടെ സംഭവിക്കണം. കാരണം ആ റെസ്റ്റ് അവിടെ എപ്പോഴും ഒരു പാറ്റേൺ എൻഡ് ആകുമ്പോൾ ഒരു ഇൻ്റർവെൽ ഉണ്ടാവും. ആ ഒരു ഇൻ്റർവെല്ലാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് നിങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണം. കാരണം ഒരു പ്രിപ്പറേഷൻ ടൈമാണ്, പലതും ഹീലാവേണ്ട ഒരു സമയമാണ്. മുന്നേ ഉള്ള പാറ്റേണിൽ പല കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം, അതുപോലെ പോസിറ്റീവായിട്ടും ഉണ്ടാവാം. പക്ഷേ ഈ ഒരു സമയത്ത് ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഹീലായി പോകേണ്ട ഒരു സമയമാണ്. അത് ഹീലാവുന്നതും ഉറക്കത്തിലൂടെയാണ്. കാരണം യൂണിവേഴ്സിന് പ്രവർത്തിക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത്, നിങ്ങളുടെ മേലെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഡിവൈൻ പവറിന് പ്രവർത്തിക്കേണ്ട ഒരു സമയം ഉറക്കത്തിലൂടെയാണ്. ആ പ്രവർത്തനം നിങ്ങൾക്ക് ഇൻഫോർമേഷൻ മാത്രമല്ല, നിങ്ങളെ ഹീലാക്കുകയും ഈ ഒരു ഡിവൈൻ പവർ നിങ്ങളെ ഹീലാക്കുന്നുമുണ്ട്. അത് ഉറക്കത്തിലൂടെ മാത്രമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ റെസ്റ്റ് എടുത്തിട്ടാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ചില കാര്യങ്ങളിൽ വാശി പിടിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയോ ആരോടൊക്കെയോ ചില വാശികൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് കുറച്ചാൽ നന്നായിരിക്കും. പിന്നെ നഷ്ടപ്പെട്ടു പോയത് സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മേ ബി അതൊരു ലവ് റിലേഷനൊക്കെ ആയിരിക്കാം. ഒരു പേഴ്സണിനെ പലരും ഇവിടെ നഷ്ടപ്പെട്ടു പോയിട്ട് അതിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മുന്നിലുള്ള ഓപ്ഷൻസ് ഒന്നും കാണുന്നില്ല. മുന്നിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. മീൻസ് ജോലിയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളാണെങ്കിലോ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ആ ഓപ്ഷൻ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾക്ക് തന്നെ നിങ്ങളൊരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് മറ്റു പല കാരണങ്ങളുണ്ട്. എന്നാലും ഒരു വ്യക്തിയിൽ സ്റ്റക്കായിട്ട് നിങ്ങൾ തന്നെ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ട്
അങ്ങ് റിലീസ് ചെയ്യാം. മീൻസ് അത് ലെറ്റ് ഗോ ചെയ്യാം. അത് റൈറ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് തന്നെ തിരിച്ചു വരും. അതല്ല റോങ് ആയിട്ടുള്ള ആളാണെങ്കിൽ അവിടെ നിന്ന് പോയിട്ട് പുതിയ നിങ്ങളുടെ നല്ലൊരാൾ നിങ്ങൾക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അതിനും ബ്ലോക്കാണ്. കാരണം ഒരു പേഴ്സൺ അവിടെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ പുതിയൊരാൾക്ക് വരാനുള്ള ഒരു ബ്ലോക്കാണ് അവിടെ. ആ നല്ലൊരാൾക്ക് വരാനുള്ള ബ്ലോക്ക്. പിന്നെ ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എംപ്രസ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഡിവൈൻ ഫെമിനിറ്റിയിലേക്കാണ് കണക്റ്റ് ആവാൻ പോകുന്നത്. നിങ്ങളുടെ കഴിവുകൾ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ടാലൻസ് ഉണ്ടാവാം. ഈ ടാലൻറ്റിലോട്ടേക്ക് നിങ്ങൾ കണക്റ്റ് ആവുന്ന ഒരു സമയമാണ്. ഈ ടാലൻറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ ഇൻകം വരുന്ന ഒരു സമയം കൂടി ആയിരിക്കാം. അതുകൊണ്ട് എന്തെങ്കിലും ടാലൻറ്റ് ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. മീൻസ് അത് വെച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യുക. കാരണം അത് നിങ്ങൾക്കൊരു എക്സ്ട്രാ ഇൻകം കൊണ്ടുവരും എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. മാത്രമല്ല നിങ്ങളുടെ ഡിവൈൻ ഫെമിനിറ്റിയിലേക്ക് കണക്റ്റ് ആവുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് വരും. മീൻസ് നിങ്ങൾക്ക് തന്നെ പല ഐഡിയാസ് ഉണ്ടാവും. എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, അത് നിങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അത് അവിടെ ഓക്കെയാണ്. അതായത് ഈ കഴിവ്, നിങ്ങളുടെ ടാലൻറ്റിൻ്റെ കാര്യം നിങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിലനിർത്താനോ നടപ്പിലാക്കാനോ ഒന്നും ശ്രമിക്കേണ്ട. പക്ഷേ ഈ കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻകമാണ് വരുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഡിവൈൻ ഫെമിനിറ്റിയാണ് അവിടെ ഇൻക്രീസ് ആയിട്ട് വരുന്നത്. പിന്നെ ലേഡീസ് ആണെങ്കിൽ ചിലർക്ക് ഇവിടെ പ്രഗ്നൻസി കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാനൊക്കെ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ഹെൽത്ത് വൈസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊന്ന് ശരിയായി വന്ന് നിങ്ങൾക്ക് ഒരു പ്രഗ്നൻസി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ചിലർക്ക് അമ്മയുമായിട്ടുള്ള ബന്ധം നല്ല രീതിക്ക് വരുന്നുണ്ട്. അമ്മയുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ അത് മാറിയിട്ട് നിങ്ങൾക്കിടയിൽ നല്ലൊരു ബന്ധം വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും അമ്മേൻ്റെ ഒരു സ്നേഹം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയും കാലം കിട്ടാത്ത അമ്മേൻ്റെ സ്നേഹം നിങ്ങൾക്ക് അങ്ങനെ കിട്ടാത്ത ആളാണെങ്കിൽ, അത്രയും കാലം നിങ്ങൾ അനുഭവിക്കാത്ത, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളെ അമ്മ എത്ര സ്നേഹിക്കുന്നുണ്ടോ അതിനേക്കാൾ ഉപരി അമ്മേൻ്റെ ഒരു കെയറും പ്രൊട്ടക്ഷനും ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ നിന്ന് അമ്മയ്ക്ക് തുല്യമായിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ, കെയർ ഇതൊക്കെ കിട്ടാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ പോകുന്നത് റൈറ്റ് ആയിട്ടുള്ള വഴിയാണോ എന്ന് നോക്കിയാൽ ചില കാര്യങ്ങൾ നിങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ മാറ്റേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ സ്റ്റക്ക് ആവുന്നുണ്ട്. അത് നഷ്ടപ്പെട്ടു പോയാൽ ഇപ്പം നിങ്ങളുടെ ലൈഫിലില്ലാത്ത പല കാര്യങ്ങളിലും, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് നിങ്ങൾ ഭയക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങൾ സ്റ്റക്ക് ആവുന്നുണ്ട്. ഈ രണ്ട് എനർജി മാറ്റിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. ബാക്കിയെല്ലാം യൂണിവേഴ്സ് പ്ലാൻ ചെയ്യുന്ന പോലെ വരും. കാരണം ഇപ്പം നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാറ്റേൺ കംപ്ലീറ്റ് എൻഡായിട്ട് ഒരു ന്യൂ ബിഗിനിങ്ങിലോട്ടേക്ക്, ഒരു റീബേർത്തിലോട്ടേക്ക് വരുന്നൊരു സമയമാണ്. പല പാറ്റേൺ നമുക്ക് ലൈഫിലുണ്ടാവും, പല സൈക്കിൾ നമുക്ക് ലൈഫിലുണ്ടാവും. പക്ഷേ ഈ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് പല നെഗറ്റീവായിരിക്കാം, പോസിറ്റീവായിരിക്കാം. പക്ഷേ ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ ഈ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്രോത്താണ്. അത് നിങ്ങൾക്ക് സ്പിരിച്വൽ ഗ്രോത്ത് ആയിട്ടാണ് വരുന്നത്. മാത്രമല്ല നിങ്ങളുടെ കംഫർട്ട് സോൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ സക്സസ്സിലേക്ക് എത്തുന്നത്. അതല്ല എപ്പോഴും നമ്മൾ കംഫർട്ട് സോണിലാണെങ്കിൽ അവിടെ നമ്മൾക്ക് ഗ്രോത്ത് ഇല്ല, അവിടെ സ്റ്റക്ക് എനർജിയാണ്. നമ്മൾ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലും റിസ്ക് എടുത്താൽ, ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ്. ഈ ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നോട്ട് നോഡിലാണ് വരുന്നത്. ആ നോട്ട് നോഡിലാണ് ഇനി നിങ്ങൾ കണക്റ്റ് ആവാൻ പോകുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ കംപ്ലീറ്റ് കൺട്രോളും യൂണിവേഴ്സലായിരിക്കും. ഇപ്പോഴും നിങ്ങളുടെ കൺട്രോൾ യൂണിവേഴ്സലാണ്. അതുകൊണ്ട് തന്നെ ഒഴുക്കിനൊത്ത് പോവുക. ആ ഒഴുക്കിനെതിരെ നീന്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം സഫർ ചെയ്യും ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.